ലോകത്ത് എവിടെയൊക്കെ വലിയ പ്രതിസന്ധികളും ആഭ്യന്തര പ്രശ്നങ്ങളും ഉണ്ടാകുന്നുവോ അതിന്റെയൊക്കെ പിന്നിൽ തിരശീലയ്ക്ക് മുന്നിലോ പിന്നിലോ ആയിട്ട് അമേരിക്ക എന്ന രാജ്യത്തിന്റെ സാമ്രാജ്യത്വ താല്പര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കാറുണ്ട്. മറ്റു പല രാജ്യങ്ങളിലും കയറി അനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും അവിടെ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നത് വൻ ശക്തിയായ അമേരിക്കയുടെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു രീതിയാണ്. ഇതിന്റെ പിന്നിലൊക്കെ ഉള്ളത് കേവലം ജനാധിപത്യ സംരക്ഷണമോ സമാധാന ശ്രമങ്ങളോ അല്ല, മറിച്ച് തങ്ങളുടെ സ്വാർത്ഥമായ സാമ്പത്തിക താല്പര്യങ്ങളും ആഗോള ആധിപത്യം നിലനിർത്തുക എന്ന ലക്ഷ്യവും മാത്രമാണ്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യ പോലുള്ള മേഖലകളിൽ നിരന്തരം യുദ്ധങ്ങളും അസ്ഥിരതയും ഉണ്ടാക്കി ലോകത്തെമ്പാടുമുള്ള സാധാരണക്കാരെയും ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങളെയും സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നതിൽ അമേരിക്കൻ വിദേശ നയങ്ങൾക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ ഇത്രയൊക്കെ ആഗോള ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടും സ്വന്തം രാജ്യത്തെ സാമ്പത്തിക അച്ചടക്കം കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ ഇന്ന് അമേരിക്ക കടുത്ത പരാജയത്തിലേക്കും വലിയൊരു കടക്കണിയിലേക്കും കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ പുതിയ കടക്കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്തിന്റെ മൊത്ത ദേശീയ കടം ചരിത്രത്തിൽ ആദ്യമായി $40 ട്രില്യൺ എന്ന ഭീമാകാരമായ സംഖ്യയായിട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. അതായത് ഏകദേശം 40 ലക്ഷം കോടി ഡോളറിലധികം കടബാധ്യതയാണ് ഇന്ന് ഈ ആഗോള വൻ ശക്തിക്കുള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റ് 18 ബിസിനസ് പ്രവർത്തനങ്ങൾ അവസാനിച്ചപ്പോൾ അമേരിക്കയുടെ മൊത്തം പൊതുകടം കുടിശ്ശിക $40.05 ട്രില്യൺ എത്തി നിൽക്കുന്നു. രാജ്യം ഇതുവരെ അഭിമുഖീകരിക്കാത്ത തരത്തിലുള്ള കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നതിന്റെ കൃത്യമായ സൂചനയാണിത്. 2026 സാമ്പത്തിക വർഷ അവസാനത്തോടെ രാജ്യത്തിന്റെ മൊത്തം വായ്പ എടുക്കൽ $39.4 ട്രില്യൺ എത്തുമെന്നായിരുന്നു കോൺഗ്രസ് ബജറ്റ് ഓഫീസിന്റെ മുൻകാല പ്രവചനം. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളെയും സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് രാജ്യത്തിന്റെ കടബാധ്യത പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിൽ കുതിച്ചുയരുകയാണ് ഉണ്ടായത്. ഇത് വെറും ഒരു സ്ഥിതിവിവരണ കണക്ക് മാത്രമല്ല, മറിച്ച് സർക്കാരിന്റെ ധനകാര്യ അടിത്തറയെ തന്നെ പൂർണ്ണമായും ദുർബലപ്പെടുത്തുന്ന അവസ്ഥ സംജാതമായിരിക്കുന്നു എന്ന നയരൂപീകരണ വിദഗ്ധരെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് തന്നെയാണിത്. എന്തുകൊണ്ടാണ് അമേരിക്കയുടെ കടം ഇത്രയധികം പെരുകുന്നത് എന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ വ്യക്തമായ ചില കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കൻ സർക്കാരിന്റെ വാർഷിക വരുമാനത്തെക്കാൾ വളരെ ഉയർന്ന തുകയാണ് ഭരണകൂടത്തിന് ഓരോ വർഷവും ചെലവഴിക്കേണ്ടതായി വരുന്നത്. തങ്ങളുടെ വാർഷിക ബജറ്റിലെ ഈ വലിയ കമ്മി നികത്താനായി അവർ നിരന്തരം ബോണ്ടുകളിലൂടെയും മറ്റും വിപണിയിൽ നിന്ന് വായ്പ എടുക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഈ കടമെടുക്കലിന്റെ വ്യാപ്തി മുൻപെന്നുമില്ലാത്ത വിധം ഭീകരമായി വർദ്ധിച്ചു. അമേരിക്കൻ ജനസംഖ്യയിലെ വലിയൊരു വിഭാഗം പ്രായമായി വരുന്നതിനനുസരിച്ച് സാമൂഹിക സുരക്ഷ, മെഡിക്കെയർ പോലുള്ള ആരോഗ്യ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ദീർഘകാല ബാധ്യതകൾ സർക്കാരിന് താങ്ങാനാവാത്ത സാമ്പത്തിക ഭാരം തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതിനെയെല്ലാം കൂടുതൽ സങ്കീർണമാക്കുന്നത് അമേരിക്കയുടെ പ്രതിരോധ ബജറ്റും വിദേശ വിപണിയിലെ കടന്നുകയറ്റങ്ങളും തന്നെയാണ്. ലോകമെമ്പാടും മിലിറ്ററി ബേസുകൾ പരിപാലിക്കുന്നതിനും വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകുന്നതിനുമായി കോടാനുകോടി ഡോളറാണ് അമേരിക്ക ഓരോ വർഷവും ഒഴുക്കുന്നത്. ഇതിനു പുറമെ പലിശ നിരക്കുകൾ വർദ്ധിച്ചതോടെ തങ്ങളെടുത്ത ഭീമമായ വായ്പകൾക്ക് നൽകേണ്ടി വരുന്ന പലിശ ഇനത്തിലുള്ള തുകയും കുത്തനെ ഉയർന്നു. ഇന്ന് അമേരിക്ക തങ്ങളുടെ നികുതി പണത്തിൽ വലിയൊരു പങ്ക് വികസന പ്രവർത്തനങ്ങൾക്കല്ല, മറിച്ച് ഈ വായ്പകളുടെ പലിശ അടച്ചു തീർക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. യുദ്ധക്കൊതി ഒരു രാജ്യത്തെ എവിടെ എത്തിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അമേരിക്ക നേരിടുന്ന ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കടക്കണിയും അവർക്ക് മാത്രമല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഉലയുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളെയും വിദേശ വ്യാപാരത്തെയും പ്രതികൂലമായി ബാധിക്കും. US ഡോളറിന്റെ മേധാവിത്വത്തെ വിശ്വസിച്ച് സ്വന്തം കരുതൽ ശേഖരം സൂക്ഷിക്കുന്ന മറ്റു രാജ്യങ്ങൾക്കും ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സ്വതന്ത്ര വിപണിയെക്കുറിച്ചും സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ലോകത്തെ ഉപദേശിക്കുകയും സ്വന്തം സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന ഒരു വൻ ശക്തി സ്വന്തം വീട്ടിലെ സാമ്പത്തിക കുഴപ്പങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ ഉഴറുന്ന കാഴ്ചയാണിത്. വാഗ്ദാനങ്ങളും ആഗോള ആധിപത്യത്തിന്റെ അഹങ്കാരവും കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ കഴിയില്ലെന്ന വലിയ പാഠമാണ് $40 ട്രില്യൺ ഈ ഭീമൻ കടക്കണക്ക് ലോകത്തിന് നൽകുന്നത്.